പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ട്രോളി ബാഗ് വിവാദത്തിൽ സിപിഐഎമ്മിന് കനത്ത തിരിച്ചടി. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ബാഗിൽ പണം കൊണ്ടുവന്നു എന്നതിന് തെളിവില്ലെന്നും തുടർ നടപടി വേണ്ടെന്നും വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് എസ്പിക്ക് റിപ്പോർട്ട് നൽകി. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞതായും മാനനഷ്ട കേസ് നൽകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നവംബർ 5-ന് കേരളത്തിന്റെ ഉറക്കം കളഞ്ഞ പാതിര റെയ്ഡിനെ തുടർന്ന് വന്ന ട്രോളി ബാഗ് വിവാദത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വേണ്ടെന്നും അദ്ദേഹം എസ്പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഫർദർ നടപടി ഇല്ല, വേറെ തെളിവുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ലേ? ഒന്നുമില്ല, ഒരു നടപടി ആയിട്ടില്ല. എൻക്വയറി കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഫർദർ നടപടി ആവശ്യമില്ലെന്നാണ് പറഞ്ഞതാണ്. അതെ, അന്വേഷണം അവസാനിച്ചു. സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് ബാഗിൽ കള്ളപ്പണമാണെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് എസ്പിക്ക് പരാതി നൽകിയത്. അന്വേഷണത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയതോടെ സിപിഐഎം പ്രതിരോധത്തിലായി. കളവ് നടന്നു, കള്ളനെ പിടിച്ചില്ല എന്നതുകൊണ്ട് കളവ് നടന്നില്ല എന്ന് വരുന്നില്ലല്ലോ. അപ്പോൾ ഒന്നാം ഘട്ട അന്വേഷണം അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇനി അന്വേഷണം നടക്കുമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇലക്ഷന്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് അന്നേരം ഞങ്ങൾ പ്രതികരിച്ചതാണ്. അന്വേഷണത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും പെട്ടിയടയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാനനഷ്ട കേസ് കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJPക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയൻ. അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹം CPM-ഉം മാപ്പ് പറയണം. എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടി അവർ മടക്കുമ്പം മടക്കാനിരിക്കുകയല്ലോ നമ്മൾ ഈ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതിനെല്ലാം CPM നിയമപരമായി കൂടി BJPയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും. ട്രോളി ബാഗ് വിവാദം ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമാക്കിയതിൽ CPM-നകത്ത് തന്നെ ഭിന്നത രൂക്ഷമായിരുന്നു. NN കൃഷ്ണദാസ് ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. പോലീസ് തെളിവില്ലെന്ന് കണ്ടെത്തിയതോടെ CPM-ലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.